സുരേന്ദ്രേട്ടൻ വിജയിച്ചു വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ബോംബാക്രമണം ഇവരാരും അന്ന് പോലീസിന്റെ സുരക്ഷ തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? ഞങ്ങൾ ഇത്ര കാലം ജീവിച്ചു കൊള്ളാം എന്ന് ആരടുത്തും ഉറപ്പ് പറഞ്ഞിട്ടില്ല. ISIS ഭീകരന്മാരും അതുപോലെ ലഷ്കർ-ഇ തൊയ്ബയിലെ ഭീകരന്മാരും അൽ-ഖ്വായിദയിലെ ഭീകരന്മാരും ഒക്കെ എങ്ങനെയാണോ സന്തോഷം പ്രകടിപ്പിക്കുന്നത്, ആ നിലയിൽ ആടിന്റെ തല വെട്ടി കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിളിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന പലരും ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗുണഭോക്താക്കളാണ്. ഒന്നോ രണ്ടോ രമേശ് പിഷാരടി എക്സാമ്പിൾ. 2001 ഇതുപോലുള്ള ഒരു അവസരത്തിൽ 100 സീറ്റ് UDF കിട്ടുന്ന സമയത്താണ് മാറാട് കലാപം സംഭവിക്കുന്നത്. ലീഗ് അവിടെ മതേതര പാർട്ടിയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മതേതര പാർട്ടി ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾ ഷാജിയെ പിന്തുണയ്ക്കുന്നില്ല, ഷാജി ഇത്തവണ നിയമസഭയിലേക്ക് വരണം. കണ്ണൂരിലെ ആ ഈച്ചകേറ കോട്ടകൾക്കകത്ത് നിന്നാണ് ISIS തടിയന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത്. നമസ്കാരം. നമ്മുടെ ബോംബ് വെച്ചു മഞ്ചേശ്വരത്ത്. അങ്ങനെ കണ്ടു കുറേ ദിവസമായി അതിൻ്റെ വാർത്തകളായി. അപ്പം ഞാനൊരു സിംഗിൾ സ്റ്റോറി അടിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്കും തോന്നി, ഇതെന്തോ അങ്ങനെ കേരളം എന്താ ഇങ്ങനെ ആയിപ്പോയത്. അതായത് ഒരാളെ ബോംബ് വെച്ച് തീർക്കുകയാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് സുരേന്ദ്രേട്ടൻ വിജയിച്ച് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ബോംബാക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീയിൽ കുരുത്തവന് ഈ വെയിൽ കണ്ടാലൊന്നും പാടില്ലെന്ന്. സുരേന്ദ്രേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഇവർക്കറിയില്ല. സുരേന്ദ്രേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ പ്രസ്ഥാനം ഒരു 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 കോർപ്പറേഷൻ മേയറെ പോലും സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് സുരേന്ദ്രേട്ടനെ പോലെയുള്ള ആളുകൾ, മാരാർജിയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിൽ ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരെല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ പ്രസംഗത്തിൽ അത് പറയാറുണ്ട്. പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാലത്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നവരാണ്. അവരെയൊക്കെ ഈ ഉടുക്കുകൂട്ടി പേടിപ്പിച്ചാൽ പേടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം മണ്ടന്മാരാണ്, വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ്. ഇവിടെ ഞാൻ സുരേന്ദ്രേട്ടനെ താങ്കൾ ഇത് ചോദിച്ചതുകൊണ്ട് പറയാം. സുരേന്ദ്രേട്ടൻ ഒരു 3-4 വർഷം മുൻപ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് SDPIയുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഇന്ന് സ്റ്റേറ്റ് ഇന്റലിജൻസ് ഒരു ലിസ്റ്റ് ഇറക്കിയതിൽ ത്രെട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റിൽ സുരേന്ദ്രേട്ടൻ, കുമ്മനം രാജേട്ടൻ, അതുപോലെ തന്നെ MT രമേശേട്ടൻ, അങ്ങനെ ഒരു 3-4 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇവരാരും അന്ന് പോലീസിന്റെ സുരക്ഷ തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? ഞങ്ങൾ ഇത്ര കാലം ജീവിച്ചു കൊള്ളാം എന്ന് ആരടുത്തും ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ സംഘത്തിന്റെ ശാഖയിൽ നിന്ന് സംഘടനാ പ്രവർത്തനം പഠിച്ച്, ദേശസ്നേഹം പഠിച്ച്, സംഘടനയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നവരാണ്. ഞങ്ങൾ ആ സമയത്തൊക്കെ, ഞങ്ങൾ ശാഖയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരു പ്രാർത്ഥന പാടും, പതതുവേ ശകായോ നമസ്തേ നമസ്തേ. അതായത് ഈ ശരീരം സമർപ്പിക്കേണ്ടി വന്നാൽ അമ്മയ്ക്ക് വേണ്ടി അവിടെ സമർപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തവനായി നിൽക്കാൻ ഒരു മടിയുമില്ലാത്തവനെ മുന്നിൽ അവനെയാണ് ഇങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പ്രിയപ്പെട്ട അത്തരം ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരോട് പറയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മരിച്ചാൽ ആ മരണവും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് ഈ ഭയമൊന്നുമില്ല. ഭയത്തിൻ്റെ കാര്യമല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്, ഭയമല്ല, ഇവർ തമ്മിലുള്ളൊരു ബാന്ധവമാണ്. കാര്യം ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ CPMൻ്റെ വോട്ട് ഏതാണ്ട് 42,000 മേളിലായിരുന്നു. അതിൻ്റെ ആ 2012 അതേപോലെ 40,000 പുറത്തുണ്ടായിരുന്നു. പക്ഷേ 2026 ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ വെറും 21,000 ചില്ലറ വോട്ടുകൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഞ്ചേശ്വരത്ത് CK കുഞ്ഞമ്പു എന്ന് പറയുന്ന CPMൻ്റെ ഒരു നേതാവ് MLA ആയ സ്ഥലമാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നത് അതൊരു 10 വർഷം മുൻപാണ് എന്നാണ് എൻ്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ. പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് CPIMന് 20,000 വോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ മുന്നത്തെ തവണ 89 വോട്ടിനും കഴിഞ്ഞ തവണ 800 വോട്ടിനും പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, പരാജയപ്പെട്ട സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ 29,000 വോട്ടിന് പരാജയപ്പെടുമ്പോൾ CPIMന്റെ ഏതാണ്ട് 20,000-ഉം 21,000-ഓളം വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരേണ്ടതാണ്. ആ ചോദ്യത്തിന്റെ മറുപടി കൂടിയാണ് ഞങ്ങൾ വോട്ട് മറിച്ച് തന്നെയാണ് നിങ്ങളെ പരാജയപ്പെടുത്തിയതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് അവിടെ വോട്ട് മറിച്ചിരിക്കുന്നത്. ഇനി അതിനെ
പ്രധാനപ്പെട്ട CPM നേതാവായിരുന്ന ജി സുധാകരനെ പോലെയുള്ള ആളുകൾ തന്നെ പറയും, നിങ്ങൾ മണ്ടന്മാരാണ്, ഈ പറയുന്ന പാലക്കാട്ടും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും CPIM അടിത്തറ വോട്ട് നിങ്ങൾ മറച്ചു കൊടുക്കുന്നത് വഴി നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഞാൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ അവിടെ സുരേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രേട്ടൻ ടെക്നിക്കലി സുരേന്ദ്രേട്ടൻ പരാജയപ്പെട്ടു. അത് പരാജയമാണ്, അതിന് വേറെ ഡെഫിനിഷൻ ഒന്നുമില്ല. വിജയവും പരാജയവുമാണ്. പക്ഷേ സുരേന്ദ്രേട്ടനെ പോലെ ഒരാൾ പരാജയപ്പെടുമ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്ന് പാകിസ്ഥാൻ വിജയിക്കുന്ന ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുമ്പോൾ ഔചാരിതമായി ഇന്ത്യ ജയിക്കുകയോ അല്ലെ പാകിസ്ഥാൻ ജയിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡറിലൊക്കെയുള്ള തീവ്രവാദ ക്യാമ്പുകളിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ്, ഈ ആകാശത്തേക്ക് വെടിവെക്കുകയും ബോംബുകൾ എറിയുകയും ഒക്കെ ചെയ്താണ് അവർ സന്തോഷം സന്തോഷം ആഘോഷിക്കുന്നത്. അതേ മാതൃകയിലാണ് ആടിന്റെ തല വെട്ടിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടക്കുന്ന സ്ഥലമായി കേരളം മാറി. എവിടെ? ഏത് കേരളം? മതേതര കക്ഷികൾ കഴിഞ്ഞ 50 വർഷമായി ഭരിച്ച കേരളം. അവിടെയാണ് മതേതരവാദികളെ ഒരു തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന കേരളം. അവിടെയാണ് ISIS ഭീകരന്മാരും അതുപോലെ ലഷ്കർ ഇ തൊയ്ബയിലെ ഭീകരന്മാരും അൽ-ഖ്വായിദയിലെ ഭീകരന്മാരും ഒക്കെ എങ്ങനെയാണോ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ആ നിലയിൽ ആടിന്റെ തല വെട്ടി ആ തല കെട്ടിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. 1. 2, ഈ സുരേന്ദ്രേട്ടനെ പോലെയുള്ള ആളുകളുടെ ഫ്ലക്സ് ബോർഡുകളിൽ ആ ബോർഡുകളിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്നു, ചിതറിപ്പിച്ച് കളയുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബോർഡിൽ അതുപോലെ ചെയ്തില്ല? നമ്മൾ കാണിക്കുമ്പോൾ ഒരു ഇക്വാലിറ്റി ഉണ്ട്. സുരേന്ദ്രേട്ടൻ 50 വർഷമായിട്ട് സംസ്ഥാന ഹിന്ദുക്കളുടെ വോട്ട് ഏതാണ്ട് 90% അദ്ദേഹത്തിന് കിട്ടി. 77,000 ചില്ലറ വോട്ടുകളാണ് ഇവിടെ ഹിന്ദുക്കളുള്ളത്. അതിൽ 67,000 വോട്ടും ഇദ്ദേഹം സമാഹരിച്ചു. പക്ഷേ ഇദ്ദേഹം നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ലീഗിന് ഒരു സംശയം തോന്നിയിട്ട് ആദ്യം CPM സ്ഥാനാർത്ഥിയായിരുന്നു. എനിക്കറിയാം, CPM മാറ്റിയിട്ട പുതിയ പാതൂറിനെ കൊണ്ടു നിർത്തുന്നു. അപ്പോൾ അവരുടെ ആശങ്ക പറയുകയാണ്, 2 നമ്മളെയും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് UDF-ന്. അപ്പോൾ നമുക്ക് വോട്ട് സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ ജയിക്കുന്നവരാ. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും BJPയെ ഇവിടെ നിന്ന് കളയണം എന്ന് പറഞ്ഞിട്ടാണ് CPM നിൽക്കുന്നത്. പക്ഷേ അത് പറ്റി കിട്ടിയ പണി CPM എന്നാണ് എനിക്ക് അവസാനം തോന്നിയത്. അല്ല, CPM കേരളത്തിലെ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ എല്ലാ ചർച്ചകളിലും പറഞ്ഞതുപോലെ CPM ഒരു കാലഘട്ടത്തിൽ പാല് കൊടുത്ത് വളർത്തിയ പട്ടി CPM തിരിഞ്ഞു കടിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റം ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കിയ ആളാണ് പിണറായി വിജയൻ. അത് കഴിഞ്ഞാൽ LDF-ൻ്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ. TP രാമകൃഷ്ണനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, TP രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്തായാലും MLA ആയിരുന്ന സമയത്തായാലും LDF കൺവീനർ ആയിരുന്ന സമയത്തായാലും TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സൗമ്യ സ്വഭാവനാണ്. സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ കാണുന്ന പോലെ ഒരു അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഒരു ശൈലി അയാൾക്കില്ല. പക്ഷെ അങ്ങനെ ഒരാളെ ഈസി ആയിട്ടൊരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി ഒരു പേരും മതവും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജയിച്ചു കയറി. എങ്ങനെ? പേരാമ്പ്ര പോലെ CPM-ൻ്റെ ഏറ്റവും ശക്തമായ കോട്ടയിൽ അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വരവറിയിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ബലിയാടുകൾ ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് കേരള നിയമസഭയിൽ കേരള ക്യാബിനറ്റിലെ ഏതാണ്ട് 1 ഡസണിലധികം മന്ത്രിമാരാണ്. അതെ അല്ലേ? അപ്പോൾ കേരളത്തിനകത്ത് നിങ്ങൾ വളർത്തിയിട്ടുള്ള അതെ നിങ്ങൾ വളർത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളുടെ പുറകിൽ നിന്ന് കട്ടപ്പ മോഡലിൽ കുത്തിയത് എന്ന് ബോധ്യപ്പെടാനുള്ള മിനിമം പ്രായോഗിക ബുദ്ധി CPM-ന് വരണം. അത് CPM-ന് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എൻ്റെ കണക്കൂട്ടലിൽ വരാൻ സാധ്യതയില്ല. കാരണം CPM ഇപ്പോൾ നയിക്കുന്നത് അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർ വ്യതിചലിച്ചു കഴിഞ്ഞു. അവരുടെ ഒരു തൊഴിലാളി ഓറിയൻറ്റഡ് പാർട്ടിയായിരുന്നു. ഇന്ന് തൊഴിലാളികളോട് CPIM-ന് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുണ്ടോ? സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ CPM-ന് ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുണ്ടോ? ഒരു അടിസ്ഥാന വർഗ വിഭാഗക്കാരന് വേണ്ടി CPIM ചെയ്യുന്നൊരു പ്രവർത്തനം എന്താ? ഒരു പ്രവർത്തനമില്ല. ഇന്ന് കേരളത്തിനകത്ത് വൻകിട മുതലാളിമാരുടെ, ഇപ്പോൾ അദാനിയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാം പറയുന്നത് അദാനി BJP-യുടെ സ്പോൺസേർഡ് പരിപാടിയാണ്, BJP-യുടെ പാർട്ട്ണറാണെന്നൊക്കെ പറയുന്നത്. ഒരു മന്ത്രി, പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഉദ്ഘാടന സെഷനിൽ മന്ത്രി വാസവൻ പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ട്ണറാണ് അദാനി എന്ന് അദ്ദേഹം പറയുന്നു.
അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് നാവ് വഴി പുറത്തു വന്നു. പക്ഷെ അത് പ്രധാനമന്ത്രി എടുത്തു കാട്ടി പറഞ്ഞു, ഞാൻ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്, കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിളിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. തീർച്ചയായിട്ടും. അപ്പം ആരൊക്കെയാണ് ഇവരുടെയൊക്കെ ബിനാമിമാർ, ആരൊക്കെയാണ് ഇവരുടെയൊക്കെ ആശ്രിതന്മാർ, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവരുടെ ഭരണം എന്നുള്ളത് ഇതുപോലെ തന്നെയായിരുന്നു നന്ദിഗ്രാമിലും സിംഗൂരിലും ഒക്കെ സംഭവിച്ച രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ സിമിലാരിറ്റിക്ക് വേണ്ടി പറയാം. അതായത് നന്ദിഗ്രാമിലും സിംഗൂരിലും പാർട്ടി പോലീസിൻ്റെ യൂണിഫോം കയ്യേറിക്കൊണ്ടാണ് അവിടുത്തെ കർഷകരെ അടിച്ചോട്ടിച്ചത്. അത് ബംഗാൾ പോലീസിൻ്റെ യൂണിഫോം പാർട്ടിക്കാരിട്ടുകൊണ്ടാണ് അവിടുത്തെ കർഷകന്മാരെ അടിച്ചോട്ടിക്കാനും കർഷക സ്ത്രീകളെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ചത്. അതേസമയം കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യാത്ര നടത്തി, നവകേരള സദസ്സ്. അവിടെ പോലീസിന് പകരം ആ രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുത്തത് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ പിടിച്ചു മാറ്റാനോ അടിക്കാനോ പോലീസിന് അവകാശമുണ്ട്. പക്ഷെ ചെടിച്ചട്ടി എടുത്ത് തലയിലെ രക്ഷിക്കാനും അതാ ഞാൻ പറയുന്നത്. അതായത് ജീവൻ പോവാതിരിക്കാൻ വേണ്ടി ചെടിച്ചട്ടിയുടെ ഇതെടുത്ത് തലയിലടിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ വന്നത് DYFI ആണ്. അപ്പൊ ഈ നിലയിലൊരു സിമിലാരിറ്റി കേരളവും ബംഗാളും തമ്മിലുണ്ട്. കേരളവും ബംഗാളും തമ്മിൽ പല കാര്യത്തിൽ സിമിലാരിറ്റി ഉള്ളതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസാനത്തിൽ എന്തായിരുന്നോ ബംഗാളിൽ അവിടെ നടന്നിരുന്നത്, അതേ സമാനമായ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആകാൻ പോകുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കീഴിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ BJP പല സ്ഥലത്തും, അതായത് 10-13 സീറ്റുകളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പലരും പോളിങ്ങിൽ കയറി വരും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം BJP രണ്ടാമതൊക്കെ ആവുന്നുണ്ട്, രണ്ടാമതും മൂന്നാമതൊക്കെ പോയ സ്ഥലങ്ങളുണ്ട്. ഈ ലീഗിന് ഏതാണ്ട് ഇത്രയും സീറ്റുകൾ കയറി, അതാണ് ഒരു സംശയത്തിൻ്റെ 20 സീറ്റിലേക്ക് അവരെത്തി. അത് CPM പോലും അത്രയും സീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നൊരു അല്ല. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലീഗിനെ മാത്രമാണ് അതിനകത്ത് നോക്കുന്നത്. നമ്മുടെ പ്രശ്നം അവിടെയാണ്. നമ്മൾ ലീഗ് പറയാൻ കാരണം ലീഗും CPM പഴയ ബാന്ധവ, നമ്മൾ ലീഗിനെ അങ്ങനെ കാണണം. ഞാൻ എതിർക്കുന്നില്ല, നിങ്ങളുടെ വെർഷനെ എതിർക്കുന്നില്ല. പക്ഷേ ലീഗിനെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ജയിച്ചു വന്ന പലരെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ലീഗിന്റെ ബാനറിൽ ജയിച്ച ആളുകളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന പലരും ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗുണഭോക്താക്കളാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ പല സീറ്റുകളുടെയും താരതമ്യം നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കൊള്ളൂ. 1-2 രമേശ് പിഷാരടി എക്സാമ്പിൾ. കാരണം 40,000-ഓളം വോട്ട്, 38,000-32,000-ഓളം വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് 22,000 വോട്ടാണ്. ബാക്കി 10,000 വോട്ട് അവിടെ പോയി. ആ 10,000 വോട്ട് CPM-ൻ്റെ വോട്ട് CPM പിടിച്ചാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ 3,000 വോട്ടിന് ജയിക്കും. ഇറ്റ്സ് എ സിമ്പിൾ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിനെ അട്ടിമറിച്ചത് ആർക്ക് വേണ്ടി? അപ്പോൾ അവിടെ അവർ കേരളത്തിനകത്ത് കൊടുക്കുന്നൊരു വിഷൻ, കേരളത്തിനകത്ത് കൊടുക്കുന്നൊരു അജണ്ട, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അവർ വേറൊരു കോണിലേക്ക് മാറ്റിയിട്ട് അവർ കൃത്യമായി അവരുടെ അജണ്ട നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ അജണ്ടയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അവരെവിടെയാണോ നമ്മുടെ കണ്ണെത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ അറ്റൻഷൻ എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത്, അവിടേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് അവരുടെ അജണ്ടയെ പൊളിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ വലിയ ദൂരമില്ലാതെ സമീപഭാവിയിൽ തന്നെ നമുക്കതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാവും. ഈ ലീഗ് ഭരിച്ചിരുന്ന സമയത്താണ് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അല്ലേ, ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പറഞ്ഞത്. നിലവിളക്കെന്ന് പറയുന്നത് നമ്മൾ പറയില്ല, സതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മത്യോമ മൃതംഗമയ, നമ്മളിത് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് വിദ്യ എന്ന് നമ്മൾ പഠിക്കുന്നു. ആ വിദ്യാധന സർവധനാൽ പ്രധാനം എന്ന് പഠിപ്പിക്കുന്ന അതേ അക്ഷര വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി ഒരു വിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പഠിപ്പിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനകത്തൂടെ കടത്തിവിടാൻ പോകുന്ന രാഷ്ട്രീയം എന്താ? തീർച്ചയായും ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു കേവലമായൊരു പേരല്ല, കേവലമായൊരു രാഷ്ട്രീയവുമല്ല, മറിച്ച് അതിനപ്പുറം നമ്മുടെ കേരളം നിലനിൽക്കണം, കേരളത്തിൻ്റെ വൈവിധ്യങ്ങൾ നിലനിൽക്കണം, കേരളത്തിൻ്റെ സ്വത്വബോധം നിലനിൽക്കണം, കേരളത്തിൻ്റെ സാംസ്കാരിക തലം നിലനിൽക്കണം, കേരളത്തിൻ്റെ ആധ്യാത്മിക തലം അതിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരായി, പൊളിറ്റിക്കൽ ജിഹാദിസത്തിനെതിരായി നമ്മുടെ കൃത്യമായൊരു അവയർനെസ് ഉണ്ടായില്ല എങ്കിൽ അത് സമീപഭാവിയിൽ
കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു ഫേസ്ബുക്കിൽ പലരുടെയും ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരാളുടെ മെൻഷനിങ് ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി കണ്ടു. അതായത് 2001 ഇതുപോലുള്ള ഒരു അവസരത്തിൽ 100 സീറ്റ് UDF കിട്ടുന്ന സമയത്താണ് മാറാട് കലാപം സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്യാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആശങ്കയോടുകൂടി ഒരാൾ മെൻഷൻ ചെയ്യാം. ഞാൻ അദ്ദേഹത്തെ തെറ്റായിട്ടോ ശരിയായിട്ടോ അഡ്രസ്സ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞ ശരിയാണെന്നും പറയുന്നില്ല, തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആശങ്കകൾ കേരളത്തിനകത്ത് വളർന്നു വരുന്നു. അതങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. പക്ഷെ അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ന് കേരളത്തിനകത്ത് ഈ റിസൾട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പുണ്ട്, അതായത് ഒരു കടന്നുകയറ്റമുണ്ട്. ആ കടന്നുകയറ്റം ഭീകരമായി തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഈ റിസൾട്ട് വന്നതിന് ശേഷം പല സ്ഥാനാർത്ഥികളും ജയിച്ച സ്ഥാനാർത്ഥികൾ ഈ ചാനലുകൾ വന്നിട്ട് ഇടയ്ക്കൊരു ബൈറ്റ് വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ബൈറ്റിൽ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളെ സഹായിച്ച നാട്ടുകാർക്കെല്ലാം സന്തോഷം എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ലീഗിനെ കുറിച്ച് പ്രത്യേകം ഒരു പറയാൻ മറക്കുന്നില്ല. ലീഗ് ഒരു മതേതര പാർട്ടിയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. അല്ല, അതിനകത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനത് പല ആൾക്കാരോടും ചോദിച്ച ഡൗട്ട്. അതായത് ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് ഇവർ പറയുന്നു. ഞാൻ UDF സ്റ്റാൻഡിനെ എതിർക്കുന്നില്ല. ഞാൻ ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് UDF പറയുന്നു. ഓക്കെ, അത് നിങ്ങളെല്ലാം കേൾക്കുന്നു, നമ്മളെല്ലാം കേൾക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലീഗ് ഒരു മതേതര പാർട്ടിയാണെങ്കിൽ ഈ നാട്ടിൽ മതമാണ് 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 സർവവും എന്ന് പ്രസംഗിച്ചൊരു വ്യക്തി KM ഷാജി. അതുപോലെ തന്നെ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിന്ന് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികാരം ആദ്യമായി പിടിക്കേണ്ടത്, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മുസ്ലിം ലീഗ് അധികാരം പിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, എൻ്റെ വഴിയിൽ നിന്ന് ഞാനിട്ട സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരാളെ ഒരു മതേതര പാർട്ടി അംഗീകരിക്കുമോ? എൻ്റെ ഒരു ചോദ്യമാണ്, ഒരു സംശയം. അംഗീകരിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നു, ഓക്കെ ഫൈൻ. ഇല്ല, അംഗീകരിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അംഗീകരിക്കില്ല. ഓക്കെ, അപ്പം ലീഗിൻ്റെ മതേതരത്വത്തിൽ ഒരു സംശയം വന്നില്ലേ? തീർച്ചയായും. അതേസമയം ലീഗ് അവിടെ മതേതര പാർട്ടിയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മതേതര പാർട്ടി ചെയ്യേണ്ടത് എന്താ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞങ്ങൾ ഷാജിയെ പിന്തുണയ്ക്കുന്നില്ല, ഷാജി ഇത്തവണ നിയമസഭയിലേക്ക് വരണ്ട, ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് മാറിയതിനു ശേഷം വന്നാൽ മതി. പക്ഷേ പകരം ഷാജി കഴിഞ്ഞ തവണകൾ മത്സരിച്ച് പരാജയപ്പെട്ടിടത്ത് നിന്ന് ഷാജിയെ കൊണ്ടുവന്ന് വേങ്ങര എന്ന് പറയുന്ന UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയിൽ നിർത്തിയിട്ട് അയാൾ നിയമസഭയിലേക്ക് എത്തണം എന്നുള്ളത് ലീഗിന്റെ അജണ്ടയായി മാറുകയാണ്. ഇത് ലീഗിന്റെ അജണ്ട ആയതുകൊണ്ടാണല്ലോ. ആ മെസ്സേജ് പറഞ്ഞയാൾ അകത്തുണ്ടാവണം, നിയമസഭയ്ക്ക് അകത്തുണ്ടാവണം എന്നുള്ളത് ലീഗിന്റെ ആവശ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വേങ്ങരയിൽ തന്നെ നിർത്തി, വേങ്ങരയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമാരാധ്യനായ നേതാവിനെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ട് വേങ്ങര പോലെ ഷുവർ ഷോട്ട് സീറ്റിൽ കൊണ്ടുവന്ന് അവരവിടെ ഇരുത്തിയത്. അപ്പോൾ അങ്ങനെ KT ജലീലിനെ KM ഷാജിനെ സഹായിച്ചിട്ടുള്ള ലീഗ് ഒരു മതേതര പാർട്ടിയാണോ? ഈ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല, ഈ ചോദ്യം ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കും. തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ ബോംബുകൾ പൊട്ടി മനുഷ്യനെ ഇനി പലതും കാണാനുണ്ട്. അതെ, ഒരുപാട് ബോംബുകൾ ഇനിയും പൊട്ടാനുണ്ടെന്നാണ്. കേരളം തീവ്രവാദികളുടെ നഴ്സറിയായി മാറുന്നു എന്ന് ഞങ്ങൾ ഒരു 15-20 വർഷം മുൻപ് പറഞ്ഞതാണ്. അന്ന് അതിനെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു SDPI പോലുള്ള സംഘടനകൾ ISISന്റെ കേരള പതിപ്പുകളായി വരുന്നു. ഞങ്ങൾ പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വർഗീയവാദികളായേനെ. അദ്ദേഹം പറഞ്ഞുകൊണ്ട് അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം മതേതരവാദിയായതുകൊണ്ട് വിഷയമില്ല. ഞങ്ങൾ പറഞ്ഞാൽ അത് വർഗീയം, അവർ പറഞ്ഞാൽ അത് മതേതരത്വമാണ്, ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു SDPI എന്ന് പറയുന്നത് ISISന്റെ കേരള വെർഷനാണെന്ന് പറയുന്നു. ആ SDPIയെ തന്നെയാണ് ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള VD സതീശനെ പോലെയുള്ള ആളുകളും മടിയിലിരുത്തി പാലൂട്ടുന്നത്. അപ്പോൾ സമീപഭാവിയിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. കണ്ണൂരിലെ പാർട്ടിയുടെ ഈച്ചകേറ കോട്ടകളുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈച്ചകേറ കോട്ടകളുണ്ട്. ആ ഈച്ചകേറ കോട്ടകൾക്കകത്ത് നിന്നാണ് ISISലേക്ക് തടിയന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത്. അപ്പം അതെല്ലാം കേരളത്തിനകത്ത് എത്രത്തോളം ശക്തമായി, എത്രത്തോളം ആഴത്തിൽ, എത്രത്തോളം ഈ മുന്നണികൾക്കകത്ത് ഈ പറയുന്ന ഭീകരവാദി സംഘടനകളുടെ സ്ലീപ്പർ സെൽസുകളുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് ചോദ്യമാണ്. ആ ചോദ്യത്തിന് അവർക്ക് ശക്തി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഊർജം കൊടുക്കുന്ന, അവർക്ക് കുറച്ചുകൂടി ഹൈപ്പ് കൊടുക്കുന്ന ഒരു വിജയം അവർക്ക് 2026 അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച വിജയം അവർ കേരളത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ആശങ്ക കേരളത്തിന് പൊതുവായി ഉണ്ട്.
ആ ആശങ്ക ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ.